പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് പരിസരത്ത് വീണ്ടും കാട്ടുപോത്തിറങ്ങി. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കാട്ടുപോത്തിനെ കണ്ടത്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, വിവരങ്ങൾ. സംഗീത, സ്ഥിരമായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് ഈ കോന്നി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കാട്ടുപോത്തിന്റെ സാന്നിധ്യം വീണ്ടും അവിടെ ഉണ്ടായത്. നേരത്തെയും സമാനമായ രീതിയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മനുഷ്യർക്ക് അക്രമം അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ ഇതുവരെയും ഈ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. ഈ നിലവിലും സാഹചര്യം അതുപോലെ തന്നെയാണ്. കാട്ടുപോത്ത് ഇറങ്ങി, എന്നാൽ തിരികെ അത് കാട് കയറി പോവുകയും ചെയ്തു. സ്ഥിരമായി കാട്ടുപോത്തിന്റെ സാന്നിധ്യം, കാട്ടുപോത്തടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്. രോഗികൾ അടക്കം നിരവധി ആളുകൾ എത്തുന്ന ആശുപത്രി കൂടിയാണ് കോന്നി മെഡിക്കൽ കോളേജ്. ജില്ലയിലെ തന്നെ പ്രധാന ആശുപത്രികളിലൊന്നാണ്, നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രികളിലൊന്നാണ് കോന്നി മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ സ്ഥിരമായി വന്യമൃഗ സാന്നിധ്യം ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും ഒരു അടിയന്തര നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് പ്രദേശവാസികളും ആരോഗ്യ പ്രവർത്തകരും രോഗികളും ഉൾപ്പെടെ നിരന്തരമായി ആവശ്യമുന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും കാട്ടുപോത്തിന്റെ സാന്നിധ്യം കോന്നി മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉണ്ടായിരിക്കുന്നത്. സംഗീത. ശരി ശ്രീരാജ്.